ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ LP UP സീരീസിലെ അടുത്തൊരു ടോപ്പിക്കായിട്ടുള്ള നമ്മുടെ നവോത്ഥാന നായകരിലെ ചട്ടമ്പി സ്വാമിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾ LP UPക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക്ക് ചട്ടമ്പി സ്വാമി. നമ്മൾ ഓൾറെഡി നവോത്ഥാന നായകർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വൈകുണ്ഠസ്വാമികൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചട്ടമ്പി സ്വാമി. അപ്പോൾ നോക്കുക. അപ്പം ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജനനം 1853 ഓഗസ്റ്റ് 25-നാണ് ചട്ടമ്പി സ്വാമി ജനിച്ചത്. 1853 ഓഗസ്റ്റ് 25. അപ്പോൾ ഈ ഓഗസ്റ്റ് 25-ൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമി ജനിച്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡേറ്റ് പഠിക്കുമ്പം, ബർത്ത് ഡേറ്റ് പഠിക്കുന്ന കൂടെ തന്നെ ആ ഓഗസ്റ്റ് 25-ൻ്റെ പ്രത്യേകത കൂടി ഓർത്തിരിക്കുക. ചട്ടമ്പി സ്വാമിയുടെ ജനന ദിനമാണ് നമ്മുടെ കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി അദ്ദേഹം ജനിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥലം കണ്ണമ്മൂല, അതായത് കൊല്ലൂർ കണ്ണമ്മൂല, തിരുവനന്തപുരത്താണ്. ജില്ല ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. ഒന്ന് ജസ്റ്റ് ഓർക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. ഇതൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിലും. ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. ഇനി അദ്ദേഹത്തിൻ്റെ പിതാവ് വാസുദേവ ശർമ്മയും മാതാവ് നങ്ങമ്മയുമാണ്. വല്ല സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലൊക്കെ വേണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും പേര് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഓർത്തിരിക്കുക. വാസുദേവ ശർമ്മ, മാതാവ് നങ്ങമ്മ. ഇനി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം അയ്യപ്പൻ എന്നാണ്. നമ്മൾ വേറൊരു അയ്യപ്പനും കൂടി പഠിക്കും, സഹോദരൻ അയ്യപ്പൻ. അതും ഇതുമായിട്ട് മാറിപ്പോകരുത്. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമം ഏതാന്ന് ചോദിച്ചാൽ അയ്യപ്പനാണ്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമമുണ്ട്, അത് കുഞ്ഞൻപിള്ള എന്നാണ്. തിരിഞ്ഞു പോകാതെ രണ്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. യഥാർത്ഥ നാമം അയ്യപ്പൻ, ബാല്യകാല നാമം ചോദിക്കുവാണെങ്കിൽ കുഞ്ഞൻപിള്ള. ഇനി അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് അദ്ദേഹത്തിൻ്റെ ആദ്യകാല ഗുരു. അതൊന്ന് ഓർത്തിരിക്കുക. ഗുരുക്കളുടെ പേര് കുറച്ച് നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. അപ്പോൾ ആദ്യകാല ഗുരു എന്നത് പേട്ടയിൽ രാമൻപിള്ള ആശാനാണെന്നത് ഓർക്കുക. ഇനി ഇദ്ദേഹത്തെ സർവ്വവിദ്യാധിരാജ, അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമീനെ സർവ്വവിദ്യാധിരാജ എന്നറിയപ്പെടുന്നുണ്ട്. അത് കണക്ട് ചെയ്യാൻ വിദ്യാധിരാജ സ്കൂളുകളൊക്കെ ഇല്ലേ, ആ സ്കൂളുകളൊക്കെ ഒന്ന് ഓർത്താൽ മതി. അവിടെ ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമിയാണ് അവിടുത്തെ ആ ഒരു മെയിനായിട്ടുള്ള ഐഡൽ എന്ന് പറയുന്നത്. സോ സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ വിദ്യാധിരാജ സ്കൂളുകളുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. ഇനി വേദോപനിഷത്തുകൾ, സംസ്കൃതം, യോഗവിദ്യയാണേ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, യോഗവിദ്യ എന്നിവയിൽ ഗുരു. ഈ പറഞ്ഞ വേദോപനിഷത്തുകൾ, സംസ്കൃതം, യോഗവിദ്യ, ഇതിലൊക്കെ ചട്ടമ്പി സ്വാമിയുടെ ഗുരു എന്ന് പറയുന്നത് സുബ്ബജടാപാടികളാണ്. സുബ്ബജടാപാടികൾ. വേദോപനിഷത്ത്, സംസ്കൃതം, യോഗവിദ്യ ഇവയൊക്കെ പഠിപ്പിച്ച ഗുരു സുബ്ബജടാപാടികൾ. അതേപോലെ ചട്ടമ്പി സ്വാമി സന്യാസിയാണല്ലോ. നമ്മൾ ഫോട്ടോ കണ്ടിട്ട് അറിയാലോ, നിങ്ങൾ തംബ്നെയിലിൽ ഫോട്ടോ കണ്ടില്ലേ. അപ്പോൾ ചട്ടമ്പി സ്വാമിയിലെ ഈ പറഞ്ഞ സന്യാസം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതും ഈ ഗുരുവായ സുബ്ബജടാപാടികൾ തന്നെയാണ്. സുബ്ബജടാപാടികൾ. ഇനി ചട്ടമ്പി സ്വാമിയുടെ ഗുരുക്കന്മാർ, അതായത് മറ്റു ഗുരുക്കന്മാരുടെ പേരുകളാണ് കൃഷ്ണപിള്ള, തൈക്കാടയ്യ നമുക്ക് പഠിക്കാനുണ്ട്. തൈക്കാടയ്യ, കൃഷ്ണപിള്ള ഒക്കെ ഈ പറഞ്ഞ ചട്ടമ്പി സ്വാമിയുടെ ഗുരുക്കൾ തന്നെയാണ്. ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻപിള്ള ആശാനും. പിന്നെ വേദോപനിഷത്ത്, യോഗവിദ്യ, സംസ്കൃതം ഒക്കെ പഠിപ്പിച്ചത് സുബ്ബജടാപാടികൾ. അതേപോലെ തന്നെ നമ്മുടെ സന്യാസം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചതും സുബ്ബജടാപാടികൾ. പിന്നെ അതല്ലാതെ വരുന്ന കുറച്ച് ഗുരുക്കന്മാരുടെ പേരാണ് കൃഷ്ണപിള്ളയും തൈക്കാടയ്യയും. ഇനിയിപ്പോൾ ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞ പോലെ തന്നെ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്മാരുടെ പേരൂടെ പഠിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇതിൽ ബോധേശ്വരൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബോധേശ്വരനുണ്ട്. അപ്പോൾ ബോധേശ്വരനാണ് കേരള ഗാനത്തിൻ്റെ കർത്താവ്. കേരള ഗാനം എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. അപ്പോൾ അതിൻ്റെ കർത്താവ് ഈ പറഞ്ഞ ബോധേശ്വരനാണ്. ഈ കേരള ഗാനം നമ്മുടെ കേരളത്തിലെ സംസ്ഥാന സർക്കാർ 2014 നമ്മുടെ സാംസ്കാരിക ഗാനമാക്കി അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കർത്താവ് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായ ബോധേശ്വരനാണ്. പിന്നെ ബാക്കിയുള്ള ശിഷ്യന്മാരുടെ പേരാണ്, എല്ലാം ഒന്നും ഓർക്കണ്ട, ബോധേശ്വരൻ എന്തായാലും ഓർത്തിരിക്കുക. പിന്നെ ബാക്കിയുള്ളവരാണ് പെരുന്നെല്ലി കൃഷ്ണവൈദ്യൻ, വെളുത്തേരി കേശവൻ വൈദ്യൻ, കുമ്പളത്ത് ശങ്കുപിള്ള, നീലകണ്ഠ തീർത്ഥപാദകർ,
തീർത്ഥപാദ പരമഹംസ സ്വാമികൾ. ഇതൊക്കെ നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യന്മാരാണ്. അതിൽ ബോധേശ്വരൻ ഓർത്തിരിക്കുക കേരളഗാനത്തിൻ്റെ കർത്താവാണ്. 2014 കേരളഗാനം നമ്മുടെ സാംസ്കാരിക ഗാനമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്നത്. ഇനി തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരു ആരാന്ന്? സ്വാമിനാഥ ദേശികളാണ്. തമിഴ് സംസ്കൃതം ആയിരുന്നെങ്കിൽ ആരായിരുന്നു? സംസ്കൃതം നമ്മളിപ്പോൾ മോളിൽ പറഞ്ഞായിരുന്നു. സംസ്കൃതമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുബ്ബജടാപാടികളല്ലേ? അതെ, വേദോപനിഷത്തും സംസ്കൃതമൊക്കെ പഠിപ്പിച്ചത് സുബ്ബജടാപാടികൾ. ആദ്യകാല ഗുരു രാമൻപിള്ള ആശാനായിരുന്നു, പേട്ടയിൽ രാമൻപിള്ള ആശാൻ. അപ്പോൾ ഇവിടെ തമിഴ് വ്യാകരണത്തിലും തമിഴ് വേദാന്ത ശാസ്ത്രത്തിലും ചട്ടമ്പി സ്വാമിയുടെ ഗുരു ആരാന്നാണ് ചോദിച്ചേക്കുന്നത്. അത് സ്വാമിനാഥ ദേശികളാണ്. സ്വാമിനാഥ ദേശികൾ. ഇനി ചട്ടമ്പി സ്വാമിക്ക് ബോധോദയം ലഭിച്ച സ്ഥലം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണേ. വടിവീശ്വരമാണ്. തമിഴ്നാട് വടിവീശ്വരത്ത് വെച്ചിട്ടാണ് നമ്മുടെ ചട്ടമ്പി സ്വാമിക്ക് ബോധോദയം ലഭിക്കുന്നത്. പിന്നെ അതേപോലെ സന്യാസം സ്വീകരിച്ച ശേഷം ചട്ടമ്പി സ്വാമി സ്വീകരിച്ച പേര്, ഈ സന്യാസി ആയിക്കഴിഞ്ഞ് വീണ്ടും ഒരു പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഷൺമുഖദാസൻ എന്നാണ്. ഇതും ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. ഷൺമുഖദാസൻ അത് ആരാന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ ചട്ടമ്പി സ്വാമിയാണ്. സന്യാസം സ്വീകരിച്ച ശേഷം അദ്ദേഹം സ്വീകരിച്ച പേരാണ് ഈ പറഞ്ഞ ഷൺമുഖദാസൻ. അപ്പോൾ ഇത്രയും ഫാക്റ്റുകളാണ് നമ്മൾ LP UP അതേപോലെ മെയിനായിട്ട് കേരള PSC ആയി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിലും ഇതൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡീഷണൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് LP UP സീരീസിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് കാണുന്നവരേക്കും ബൈ.